നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള 5 മത്സരങ്ങളുടെ T20I പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഇന്നലെ റായ്പൂരിൽ തകർപ്പൻ വിജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. 209 എന്ന വിജയലക്ഷ്യം ടീം ഇന്ത്യ മറികടക്കുന്നത് വെറും 15.2 ഓവറുകളിലാണ്. പുത്തൻ ചരിത്രമാണത്. ഏറ്റവും വേഗത്തിൽ 200 മുകളിലുള്ള സ്കോർ ചേസ് ചെയ്തതിൻ്റെ കാര്യത്തിൽ ഇന്ത്യ റെക്കോർഡിട്ടിരിക്കുന്നു. കളി കഴിഞ്ഞിട്ട് മിച്ചൽ സാൻഡറോടൊരു ചോദ്യമുണ്ട്. ഇന്ത്യക്കെതിരെ എത്ര റൺസ് അടിച്ചാൽ വിജയിക്കാമെന്നാണ് നിങ്ങൾ കരുതുന്നത്? കാരണം 209 മോശം സ്കോറല്ലല്ലോ, എന്നിട്ടാണ് 15.2 ഓവറുകളിൽ അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ സാൻഡറുടെ ഒരു മറുപടിയുണ്ട്. പകുതി തമാശയായി പറഞ്ഞതാണ്. ഒരു 300 റൺസെങ്കിലും വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അത് പൂർണ്ണമായും തമാശയല്ല, അതൊരു ഹാഫ് ജോക്ക് എന്ന രൂപത്തിൽ മാത്രമേ അതിനെടുക്കാൻ പറ്റൂ. കാരണം മോഡേൺ ബാറ്റർമാർ ഈ രൂപത്തിൽ ആഞ്ഞടിക്കാൻ തുടങ്ങിയാൽ ഒരു റൺസും ഒരു ടാർഗറ്റും സേഫ് അല്ല എന്നർത്ഥം. ഇഷാൻ കിഷനും സൂര്യകുമാർ യാദവും പൊളിച്ചടുക്കി ഇന്ത്യയുടെ ചേസിങ് വളരെ അനായാസകരമാക്കി മാറ്റുകയായിരുന്നു. അതിനൊപ്പം ന്യൂസിലാൻഡ് കളി കൈവിട്ട 1-2 സിറ്റുവേഷനുകളുണ്ട്. അത് നമ്മൾ പറയാതെ പോകുന്നതിലും അർത്ഥമില്ല. അവരുടെ ബാറ്റിങ്ങിൽ 12 ഓവർ മുതൽ അങ്ങോട്ടുള്ള 5-6 ഓവറുകളിൽ അവർ സ്ലോ ഡൗൺ ആയതും, അതുപോലെ ഓപ്പണിംഗ് ബൗളർമാർ 2 പേരും ആദ്യ ഓവറുകളിൽ വിക്കറ്റ് എടുത്തിട്ടും ഒരു കാര്യവുമില്ലാത്ത മൂന്നാമത്തെ ഓവറിൽ സാക് ഫോക്സിനെ കൊണ്ടുവന്ന് 24 റൺസ് അങ്ങ് വാങ്ങിക്കൂട്ടിയതുമൊക്കെ ആ ക്യാപ്റ്റൻ്റെ തീരുമാനവുമൊക്കെ അവർക്ക് തിരിച്ചടിയായിരുന്നു. പക്ഷേ കൃത്യമായിട്ട് ഇന്ത്യ അതൊക്കെ ക്യാപിറ്റലൈസ് ചെയ്തു, കളി വിജയിച്ച് കയറുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയുടെ ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും നമ്മൾ വിശദമായിട്ട് റിവ്യൂ ചെയ്യാറുണ്ട്. ഈ മത്സരത്തിൻ്റെ റിവ്യൂവിലേക്ക് കടക്കുകയാണ്. പതിവ് പോലെ ഈ റിവ്യൂ നമ്മൾ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ നിരീക്ഷണങ്ങളും ക്രിക്കറ്റ് എക്സ്പേർട്ടുകളുടെ നിരീക്ഷണങ്ങളും ഒക്കെ റെഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്തങ്ങ് അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. യെസ്, ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിലാണ് 209 എന്ന ടാർഗറ്റിലേക്ക് എത്തിയത്. ന്യൂസിലാൻഡ് ഒരു ഡൂവി കണ്ടീഷനിൽ അവർക്ക് ടോസ് നഷ്ടമായി ബാറ്റ് ചെയ്യാൻ വിധിക്കപ്പെടുകയായിരുന്നു. 6 വിക്കറ്റിന് 208. സാൻഡറുടെ 47 നോട്ട് ഔട്ട്, രവീന്ദ്രയുടെ 44 അവർക്ക് സഹായകരമായതെങ്കിലും മറുപടി ബാറ്റിങ്ങിൽ സൂര്യയുടെ 82, ഇഷാൻ കിഷൻ്റെ 76. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഇഷാൻ കിഷനും സൂര്യകുമാർ യാദവും ചേർന്നുകൊണ്ടുള്ള പൊളിച്ചെടുക്കലുണ്ടല്ലോ. 32 പന്തിൽ നിന്നാണ് 76 റൺസ് ഇഷാൻ കിഷൻ്റെ ഭാഗത്ത് വന്നത്. സൂര്യകുമാർ യാദവോ 37 പന്തിൽ നിന്ന് 82 നോട്ട് ഔട്ടാണ്. അപ്പോൾ അതിവേഗത്തിൽ നമുക്ക് ചേസ് ഇതിലൂടെ സാധ്യമാക്കി എടുത്തിട്ടുണ്ട്. നോക്കുക, ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡ്യൂവി കണ്ടീഷനിൽ അവരാദ്യം ബാറ്റ് ചെയ്യാൻ വേണ്ടി വിധിക്കപ്പെട്ടു. ന്യൂസിലാൻഡ് നല്ല തുടക്കമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവരുടെ ടോപ്പ് 5 25 റൺസിന് മുകളിലേക്ക് ക്രോസ് ചെയ്ത ഒരേ ഒരാൾ മാത്രമാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. എന്നാൽ പോലും അവർ ബ്രിസ്ക്കായിട്ട് തന്നെ സ്കോർ ചെയ്ത് പോയി. വിക്കറ്റുകൾ വീഴുമ്പോഴും ഒരു 140 മുകളിൽ സ്ട്രൈക്ക് റേറ്റിലാണ് അവരുടെ ബാറ്റർമാരൊക്കെ കളിച്ചു പോയത്. എന്നാൽ മിഡിൽ ഓവറിൽ ഇന്ത്യൻ ബൗളർമാർ ഒരു തിരിച്ചുവരവ് നടത്തി. പക്ഷേ ഡെത്ത് ഓവറിൽ സാൻഡറുടെ വെടിക്കെട്ട് 27 പന്തിൽ 47 നോട്ട് ഔട്ട്, ഒപ്പം ഫോക്സിൻ്റെ ഒരു സഹായം കൂടി എത്തിയപ്പോഴാണ് അവർ 208 എത്തിയിരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ അവരുടെ ബാറ്റർമാരുടെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ക്വിക്ക് സ്റ്റാർട്ട് അവർക്ക് ലഭിച്ചു എന്ന് തന്നെയാണ്. ഡെവൻ കോൺവോയും അതുപോലെ അർഷ്ദീപ് സിംഗിന് നേരെയുള്ള ഡെവൻ കോൺവോയുടെ ആ ഒരു ആഞ്ഞടിക്കൽ എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൽ നിന്ന് എവേ സിംഗ് വരുന്നു, അത് കൃത്യമായിട്ട് അദ്ദേഹം ഓഫ് സൈഡിലേക്ക് ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നു. 3 4ഉം 1 6ഉമാണ് ഫസ്റ്റ് ഓവറിൽ 18 റൺസ് കൊടുത്തുകൊണ്ട് അർഷ്ദീപിനെ അദ്ദേഹം സ്വീകരിക്കുന്നത്. അർഷ്ദീപിൻ്റെ സെക്കൻഡ് ഓവറും 18 റൺസ് പോയി. ടിം സിഫേർട്ടാണ് ഈ തവണ വലിയ ഡാമേജ് ഉണ്ടാക്കിയത്. 4 സക്സസീവ് 4കളാണ് ആ ഓവറിൽ അടിച്ചു കൂട്ടിയത്. ഹർഷിത് റാണയും വരുൺ ചക്രവർത്തിയും ഒരു ചെറിയ ഒരു ബ്രേക്ക് ഇടാൻ ഒരു ശ്രമം നടത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. റാണ കോൺവോയെ പറഞ്ഞു വിടുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു വിക്കറ്റ് മെയ്ഡൻ പന്തെറിയുന്ന കാഴ്ചയും കണ്ടു. ഏതായാലും ഈ ഒരു ടൂറിൽ 4ാമത്തെ തവണയാണ് കോൺവോയെ ഹർഷിത് റാണ മടക്കി വിടുന്നത്. ഏതായാലും എല്ലാ തവണയും അദ്ദേഹം എറൗണ്ട് ദി വിക്കറ്റിൽ നിന്നാണ് പന്തെറിഞ്ഞത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക.
മറുഭാഗത്ത് വരുണ് സിഫേർട്ടിനെ ബുദ്ധിമുട്ടാക്കുന്ന കാഴ്ചയും കണ്ടു. പക്ഷേ രജിൻ രവീന്ദ്ര റാണക്കെതിരെയും അതുപോലെ തന്നെ വരുൺ ചക്രവർത്തിക്കെതിരെയുമൊക്കെ അറ്റാക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏതായാലും നല്ല രൂപത്തിൽ തന്നെ ആഫ്റ്റർ 6 overs 64-2 എന്ന രൂപത്തിലേക്ക് ന്യൂസിലാൻഡ് പവർ പ്ലേ കഴിയുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. രവീന്ദ്ര വരുൺ ചക്രവർത്തിക്കെതിരെ അഞ്ഞടിച്ചു എന്ന് പറഞ്ഞല്ലോ. 2 സിക്സറുകൾ 8th ഓവറിൽ അദ്ദേഹത്തിനെതിരെ അടിക്കുന്നത് കണ്ടു. ഗ്ലെൻ ഫിലിപ്സ് കുൽദീപ് യാദവിനെ അടുത്ത ഓവറിൽ അടിക്കുന്നത് കണ്ടു. അപ്പോൾ അങ്ങനെ നല്ല രൂപത്തിൽ അവർ പോവുകയും 3 വിക്കറ്റിന് 111 എന്ന രൂപത്തിലാണ് 10 ഓവർ കഴിയുമ്പോൾ ന്യൂസിലാൻഡുള്ളത്. കളി ന്യൂസിലാൻഡിൻ്റെ കയ്യിൽ എന്ന് തോന്നിച്ച നിമിഷങ്ങളാണത്. പക്ഷെ അവിടെ നിന്നാണ് ഇന്ത്യൻ ടീം ഡ്രിങ്ക്സിന് ശേഷം ബൗൺസ് ബാക്ക് ചെയ്യുന്നത്. ഡാരിൽ മിച്ചലിനെയും രവീന്ദ്രയെയും സക്സസീവ് ഓവറുകളിൽ പറഞ്ഞു വിടുന്നു. ഡ്യൂബെ മിച്ചലിനെ ഒരു സ്ലോവർ ബോളിലൂടെയാണ് മടക്കി വിടുന്നതെങ്കിൽ കുൽദീപ് രവീന്ദ്രയെ മടക്കി വിടുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ന്യൂസിലാൻഡ് പിന്നീട് അങ്ങോട്ട് സ്ലോ ഡൗൺ ചെയ്യുകയാണ്. അടുത്ത 6 ഓവറുകളിൽ ന്യൂസിലാൻഡ്, അതായത് 12ാമത്തെ ഓവർ മുതൽ പിന്നീട് അങ്ങോട്ടുള്ള 6 ഓവറുകളിൽ അവർ സ്കോർ ചെയ്യുന്നത് വെറും 41 റൺസാണ്. ഫൈനലി ഈ ഒരു ഘട്ടമുണ്ടല്ലോ, അവരുടെ റൺ കുറഞ്ഞ ഈ ഒരു ഘട്ടം അത് ഈ കളിയിൽ വളരെ ക്രൂഷ്യലായി പോവുകയും ചെയ്തു. അവരുടെ ടോട്ടൽ കുറയാൻ വലിയ രൂപത്തിൽ അത് കാരണമായിരുന്നു. സാന്നറാണ് പിന്നീട് അവരുടെ ഇന്നിങ്സ് ഒന്ന് ഡെത്ത് ഓവറുകളിൽ റിവൈവ് ചെയ്തെടുത്തത്. അദ്ദേഹം 4 4കളും 1 6റും ആ ഒരു ഘട്ടത്തിൽ അടിക്കുകയുണ്ടായി. ഫോക്സും അതുപോലെ തന്നെ 15 റൺസാണ് 8 പന്തിൽ നിന്ന് അടിച്ചത്. അത് അവസാനത്തെ ആ ഓവറിൽ 6ഉം 4ഉം ഒക്കെ അടിച്ചുകൊണ്ടാണല്ലോ അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നത്. അങ്ങനെ ന്യൂസിലാൻഡ് അവസാനത്തെ 3 ഓവറുകളിൽ 47 റൺസാണ് നേടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 200ന് മുകളിലേക്ക് അവരെത്തുകയും ചെയ്തു. പക്ഷേ ആ ഒരു ഇടയ്ക്കൊന്ന് സ്ലോ ഡൗൺ ആയത് അവർക്ക് തിരിച്ചടിയായി. അപ്പോൾ 200ന് മുകളിലുള്ളൊരു സ്കോർ വരുമ്പോൾ നമ്മൾ എന്തായാലും നല്ല തുടക്കം ലഭിക്കണം. പവർ പ്ലേ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അതിന് ഇന്ത്യയുടെ ഓപ്പണർമാർക്ക് കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ കളിയിൽ സഞ്ജു ഫോം ആയിട്ടില്ല, അപ്പോൾ ഈ കളിയിൽ അദ്ദേഹം ഫോം ആവും. അഭിഷേക് അദ്ദേഹത്തിൻ്റെ ഫോം തുടരും. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന 2ാമത്തെ പന്തിൽ തന്നെ സഞ്ജു സാംസൺ ഹെൻറിക്കെതിരെ അടിച്ചത് നേരെ ക്യാച്ച് ആവേണ്ടതായിരുന്നു. പക്ഷേ ഡെവൻ കോൺവോയ് ആ ക്യാച്ച് കളക്ട് ചെയ്തില്ല, അത് സിക്സറായിപ്പോയി. എന്നാൽ ഹെൻറിയുടെ അടുത്ത പന്തിൽ വീണ്ടും ആ ഓവറിൽ, അടുത്ത പന്തിലല്ല, ആ ഓവറിൽ 5ാമത്തെ പന്തിൽ വീണ്ടും സഞ്ജു ഒരു എറർ ഷോട്ട് അടിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബാറ്റിൻ്റെ ടോ എൻഡിലാണ് അത് കൊണ്ടെന്ന് തോന്നുന്നു. ഏതായാലും അത് രജിൻ രവീന്ദ്രയുടെ കൈകളിലേക്ക് ഒരു ഓവറിൽ 2 അവസരമൊക്കെ കൊടുത്താൽ പിന്നെ മടങ്ങി പോവുക തന്നെ, വേറൊന്നും പറയാനില്ല. 5 പന്തുകളിൽ നിന്ന് 6 റൺസ് അടിച്ച് സഞ്ജു മടങ്ങുന്നു. പിന്നാലെ ഇഷാൻ കിഷൻ ക്രീസിലേക്ക്. അടുത്ത ഓവറിൻ്റെ തുടക്കത്തിൽ അഭിഷേകിനെ നഷ്ടപ്പെടുന്നു. അത് ഫസ്റ്റ് ബോൾ ഡെക്കാണ്. ജേക്കബ് ഡഫിയെ അദ്ദേഹം ഫ്ലിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഡീപ്പ് സ്ക്വയർ ലെക്കിൽ അദ്ദേഹം പുറത്താവുന്നു. ഇത്തവണ ഒരു മിസ്റ്റേക്കും വരുത്താതെ ഡെവൻ കോൺവോയ് ആ ക്യാച്ച് എടുക്കുകയും ചെയ്തു. ഇന്ത്യ 6-2. ആ സമയത്ത് ഒരു സംശയം വേണ്ട, ന്യൂസിലാൻഡ് തന്നെയായിരുന്നു കളിയിൽ ആധിപത്യമുള്ള ടീം. എന്നാൽ അവിടെ നിന്നാണ് ന്യൂസിലാൻഡിൻ്റെ നായകൻ ജേക്കബ് ഡഫി അതുപോലെ തന്നെ മാറ്റ് ഹെൻറി രണ്ടുപേരും ആദ്യ ഓവറുകളിൽ വിക്കറ്റ് എടുത്തിട്ടും ആ ബൗളിംഗ് കോമ്പിനേഷൻ മാറ്റാൻ തീരുമാനിക്കുകയും ജാക്ക് ഫോക്സിനെ കൊണ്ടുവരികയും ചെയ്യുന്നത്. ഇഷാൻ കിഷൻ തൻ്റെ തനിനിറം പുറത്തെടുക്കുകയും ചെയ്യുന്നത്. ആഞ്ഞടിച്ചു ആ ഓവറിൽ, 3rd ഓവറിൽ 24 റൺസാണ് വന്നത്. 3 4ഉം 1 6റും ആ ഓവറിലടിച്ചു. കൂടാതെ 3 വൈഡുകളും 1 നോബോളും ആ ഓവറിൽ കൂടി വന്നതോടുകൂടി ഇന്ത്യക്ക് റിലാക്സ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുകയും ചെയ്തു. ന്യൂസിലാൻഡിൻ്റെ കയ്യിൽ നിന്ന് കളി അവിടെ വഴുതി പോവുകയും ചെയ്തു. പിന്നെ ഒരു തിരിഞ്ഞു നോട്ടമില്ല. ഇഷാൻ കിഷൻ അതിവേഗത്തിൽ കുതിച്ചുയർന്നു. 21 പന്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറി പിറക്കുന്നത്. അത് പുത്തൻ റെക്കോർഡായി. കഴിഞ്ഞ കളിയിൽ അഭിഷേക് ശർമ്മ 22 പന്തിൽ നിന്ന് അർദ്ധ സെഞ്ചുറി നേടി ന്യൂസിലാൻഡിനെതിരെ അർദ്ധ സെഞ്ചുറി നേടുന്ന, ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരമായിരുന്നു. ആ റെക്കോർഡാണ് തൊട്ടടുത്ത കളിയിൽ ഇപ്പോൾ ഇഷാൻ കിഷൻ തിരുത്തി കുറിച്ചിരിക്കുന്നത്. ദെൻ ആ ഒരു പവർ പ്ലേ അവസാനിക്കുമ്പോൾ എന്താ സ്ഥിതി എന്നറിയോ? 75-2 എന്ന രൂപത്തിലാണ്. ഇന്ത്യ അവിടെ കളി പിടിച്ച് കഴിഞ്ഞിരുന്നു. അപ്പം സാന്നർക്കും അതുപോലെ ഇർഷോദിക്കും ഒക്കെ നന്നായിട്ട് അടി കിട്ടുന്ന കാഴ്ച. കാരണം അവരുടെ ആ ഒരു ബോളുകൾ, 2 പേരുടെ ബോളുകളും അദ്ദേഹത്തിന് അനുകൂലമായിട്ട്, ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റർക്ക് അനുകൂലമായിട്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സോ 2 പേർക്കെതിരെയും അദ്ദേഹം ആഞ്ഞടിച്ച് പോകുന്നു. പക്ഷേ ഒടുവിൽ ഇർഷോദിയെ മിസ്ക്യൂ ചെയ്ത് അദ്ദേഹം പുറത്താകുന്നത്. അപ്പോഴേക്കും
ഇന്ത്യയുടെ ടാർഗറ്റ് വളരെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു എന്നർത്ഥം. അതായത് അദ്ദേഹം പോകുമ്പോൾ 128 റൺസായി കഴിഞ്ഞിരുന്നു 10ാമത്തെ ഓവറിൻ്റെ തുടക്കത്തിൽ. പിന്നെ ഇന്ത്യയുടെ ആസ്കിംഗ് റേറ്റ് 7.36 മാത്രമായിട്ട് ചുരുങ്ങിയിരുന്നു. പിന്നെയാണ് സൂര്യയുടെ ഒരു പൊളിച്ചെടുക്കൽ മാക്സിമത്തിലേക്ക് പോകുന്നത്. സൂര്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്ര മികച്ച ഫോമിലായിരുന്നില്ല. മാധ്യമങ്ങളൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോമിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാറുള്ളത്, ഞാൻ ഔട്ട് ഓഫ് ഫോം അല്ല, ഔട്ട് ഓഫ് റൺസ് മാത്രമാണ്, നെറ്റ്സിലൊക്കെ നന്നായി കളിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഏതായാലും അത് അദ്ദേഹം ഇപ്പോൾ കളിക്കളത്തിലേക്ക് കൂടി കൊണ്ടുവന്നു. കഴിഞ്ഞ കളിയിൽ തന്നെ അതിൻ്റെ ഒരു സൂചന ഉണ്ടായിരുന്നു. 22 പന്തിൽ നിന്ന് 32 റൺസ് അടിച്ചിരുന്നു. ഇപ്പോൾ ഈ കളിയിൽ 82 റൺസുമായിട്ട് കിടിലൻ ഇന്നിങ്സ് അദ്ദേഹം കളിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ അദ്ദേഹത്തിന് വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല. ഇഷാൻ കിഷൻ മറുഭാഗത്ത് ആഞ്ഞടിക്കുകയായിരുന്നല്ലോ. അദ്ദേഹവും കുറച്ച് കോഷ്യസ് ആയിരുന്നു എന്ന് പറയേണ്ടി വരും. റണ്ണേ ബോൾ കളിച്ചാണ് 10 റൺസിലേക്ക് എത്തുന്നത്. പിന്നീട് അവിടെ നിന്നാണ് സാന്റ്നർക്കെതിരെ അദ്ദേഹം ഒരു സ്വീപ്പ് ചെയ്തുകൊണ്ടൊരു ബൗണ്ടറി അടിക്കുന്നത് 8ാമത്തെ ഓവറിലാണ്. അവിടെ മുതലാണ് പിന്നീട് അദ്ദേഹം വേഗത്തിലേക്ക് മാറുന്നതും. അതിവേഗത്തിൽ റൺസ് വന്നു. അടുത്ത ഓവറിൽ അദ്ദേഹം 4 ഫോറുകളും 1 സിക്സും ഫോക്സിനെതിരെ അടിക്കുന്ന കാഴ്ച കണ്ടു. ദെൻ കിഷൻ വീണിട്ടും ആ സ്കോറിങ്ങിന് ഒരു വേഗതയും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 23 പന്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറി പിറക്കുന്നത്. അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കണം. 21 പന്തിൽ ഇഷാൻ കിഷനും 23 പന്തുകളിൽ നിന്ന് സൂര്യകുമാർ യാദവും അർദ്ധ സെഞ്ചുറി അടിച്ചതോടുകൂടി ന്യൂസിലാൻഡിന് പിന്നീട് കളി കൈവിടുന്നു. ശരിക്കും പറഞ്ഞാൽ ന്യൂസിലാൻഡിൻ്റെ ഫീൽഡിങ്ങും ഇന്നലെ ബിലോ പാറായിരുന്നു എന്ന് പറയേണ്ടി വരും. സഞ്ജുവിൻ്റെ ക്യാച്ച് വിട്ടത് മാത്രമല്ല, ഈ സൂര്യയുടെ ക്യാച്ച് തന്നെ പലതവണ അവർ വിടുകയുണ്ടായി. 43 അദ്ദേഹം എത്തി നിൽക്കുന്ന സമയത്ത് മാർക്ക് ചാപ്മാൻ ഒരു ബുദ്ധിമുട്ടേറിയ ക്യാച്ച് കൈവിടുന്നു. ദെൻ സാന്റ്നർ ഒരു സിമ്പിൾ ക്യാച്ചാണ് 64 റൺസിൽ സൂര്യത്ത് നിൽക്കുമ്പോൾ ഡ്രോപ്പ് ചെയ്യുന്നത്. അത് അദ്ദേഹം ചിരിച്ച് കാണിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും എൻഡ് ബാഡ് ക്രിക്കറ്റാണ് അവർ കളിക്കുന്നത് എന്നർത്ഥം. ദെൻ 70 നിൽക്കുമ്പോൾ വീണ്ടും ഒരു ലീഡിങ് എഡ്ജിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവസരങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് സൂര്യയ്ക്ക് എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം സ്കോർ ചെയ്യുന്നു. ശിവൻ ദ്യൂബെ മറുഭാഗത്ത് മികച്ച രൂപത്തിൽ കളിച്ചു. 18 പന്തുകളിൽ നിന്ന് 36 റൺസ് അദ്ദേഹം അടിക്കുകകൂടി ചെയ്തതോടുകൂടി ഇന്ത്യ 15.2 ഓവറുകളിൽ 209 എന്ന മാമത്ത് ടാർഗറ്റ് മറികടന്ന് വെറും 15.2 ഓവറുകളിൽ വിജയലക്ഷ്യത്തിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ ഇന്ത്യയുടെ ബാറ്റിങ്ങിൽ ഈ 3 ബാറ്റർമാരും കിടിലൻ പ്രകടനം നടത്തിയതോടുകൂടി 200 ഒരു വിഷയമല്ല എന്നുള്ള തോന്നലുണ്ടാക്കുമ്പോൾ വേൾഡ് കപ്പിന് മുമ്പ് എതിരാളികൾക്ക് ഇത് കൃത്യമായ വ്യക്തമായ ഒരു സൂചനയാണ്. ഇന്ത്യക്കെതിരെ ഇന്ത്യൻ കണ്ടീഷനിൽ കളിക്കുമ്പോൾ കാര്യങ്ങൾ ഒട്ടും എളുപ്പമായിരിക്കില്ല എന്നുള്ളതിൻ്റെ. എന്തായാലും നമ്മൾ വളരെ പെട്ടെന്ന് സ്കോർ കാർഡൊക്കെ നോക്കിയിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡിൻ്റെ കാര്യത്തിൽ ഡെവൻ കോൺവോയും ടിൻ സിഫേർട്ടും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട്. ആ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ ഡെവൻ കോൺവോയ് എടുക്കുന്നത് 9 പന്തിൽ നിന്ന് 19 റൺസാണ്. സിഫേർട്ട് ആവട്ടെ 13 പന്തുകളിൽ നിന്ന് 24 റൺസാണ് അടിച്ചത്. പിന്നെ രജിൻ രവീന്ദ്ര 26 പന്തുകളിൽ നിന്ന് 2 ഫോറും 4 സിക്സറും അടക്കം 44 റൺസ് അടിച്ചു. ഗ്ലെൻ ഫിലിപ്സ് 19 റൺസും ഡാരിൽ മിച്ചൽ 18 റൺസും മാർക്ക് ചാപ്മാൻ 10 റൺസും എടുത്ത് മടങ്ങിയപ്പോൾ മിച്ചൽ സാന്റ്നറാണ് ഇന്നിങ്സിൻ്റെ അവസാനത്തിൽ വെടിക്കെട്ട് നടത്തി അവർ 200 കടക്കുമെന്ന് ഉറപ്പാക്കിയത്. അദ്ദേഹം 27 പന്തിൽ നിന്ന് 6 ഫോറും 1 സിക്സും അടക്കം 47 റൺസ് കുറിച്ച് പുറത്താകുന്നപ്പോൾ സാക് ഫോക്സ് 8 പന്തിൽ നിന്ന് 2 ഫോറും 1 സിക്സും അടക്കം 15 റൺസ് പിടിച്ചു. അങ്ങനെ അവർ 6 വിക്കറ്റ് നഷ്ടത്തിൽ 208 റൺസ്. അർഷ്ദീപ് സിംഗ് 4 ഓവറിൽ 53 റൺസാണ് വിട്ടുകൊടുത്തത്. ഹാർദിക് പാണ്ഡ്യ 3 ഓവറിൽ 25 റൺസിന് 1 വിക്കറ്റ്. ഹർഷിദ് 3 ഓവറിൽ 35 1 വിക്കറ്റ്. വരുൺ ചക്രവർത്തിയും കുൽദീപുമാണ് താരതമ്യേന ബെറ്ററായിട്ട് പന്തെറിഞ്ഞത്. 4 ഓവറിൽ 35 റൺസിന് 1 വിക്കറ്റ് വരുന്നു. 4 ഓവറിൽ 35 റൺസിന് 2 വിക്കറ്റ് കുൽദീപും എടുത്തു. അതേസമയം അഭിഷേക് ശർമ്മ 1 ഓവറിൽ 12 റൺസ് വിട്ടുകൊടുത്തു. ശിവൻ ദ്യൂബെ 1 ഓവറിൽ 7 റൺസിന് 1 വിക്കറ്റും എടുത്തു. മറുപടി ബാറ്റിങ്ങിൽ സഞ്ജു സാംസൺ 6 റൺസ്, അഭിഷേക് ശർമ്മ ഡക്ക്. അവിടെ നിന്നാണ് പിന്നീട് ഇഷാൻ കിഷനും സൂര്യകുമാർ യാദവും ചേർന്ന് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അടിത്തറയിടുന്നത്. ഇഷാൻ കിഷൻ 32 പന്തിൽ നിന്ന് 11 ഫോറും 4 സിക്സും അടക്കം 237.5 സ്ട്രൈക്ക് റേറ്റിൽ 76 റൺസ് കുറിച്ചപ്പോൾ സൂര്യകുമാർ യാദവ് 37 പന്തുകളിൽ നിന്ന് 221.62 സ്ട്രൈക്ക് റേറ്റിൽ 9 ഫോറും 4 സിക്സും അടക്കം 82 റൺസ് അടിച്ച് പുറത്താകുന്നു. ശിവൻ ദ്യൂബെ 18 പന്തുകളിൽ നിന്ന് 36 റൺസ്, 1 ഫോറും 3 സിക്സും 200 സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുകയും ചെയ്തു. അദ്ദേഹവും പുറത്താകാതെ വന്നു. സോ കളിയിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ലഭിച്ചത്
ഇഷാൻ കിഷനാണ്. കാരണം അദ്ദേഹമാണ് ഈ ചേസിന് തുടക്കത്തിൽ ഗതിവേഗം നൽകിയത്. കളി വിജയിക്കാൻ കാരണമായതും അദ്ദേഹത്തിൻ്റെ ആ ഇന്നിങ്സ് തന്നെയാണ്. ഏതായാലും തകർപ്പൻ വിജയം ഇന്ത്യ സ്വന്തമാക്കുമ്പോൾ വലിയ ആശ്വാസവും ആത്മവിശ്വാസവും ഒക്കെയുണ്ട്. വരും മത്സരങ്ങളിൽ ഇത് തുടരാൻ കഴിയട്ടെ. അടുത്ത മത്സരം വിജയിച്ച് ടീം ഇന്ത്യക്ക് പരമ്പര കയ്യിലൊതുക്കാനാവട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് കൊണ്ടുവരാം.